നാളെ മീറ്റിങ്ങിന് പോകുമ്പോ ഇതിടാല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഞാനെന്തിനാ മിണ്ടുന്നേ? ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടോ? ആ, അതിന് നീ എന്താ പറഞ്ഞേ? ആഹാ, മറന്നൂല്ലേ? എവിടെ പിള്ളേരെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് വന്ന് പറഞ്ഞിട്ട് എത്ര നാളായി കേട്ടോ നിങ്ങള്? അതിപ്പോ എന്തിനാ? നിങ്ങളെ കുരുത്തം പിള്ളേരല്ല 5 അതുങ്ങളെ മേയ്ക്ക് ഞാൻ പറഞ്ഞ പാട് അത് എനിക്കേ അറിയുള്ളൂ. എനിക്കൊരു റെസ്റ്റ് വേണം. എപ്പോ നോക്കിയാലും പുറത്ത് പോണ കാര്യം പറയാൻ മാത്രമേ. പിന്നെ നിങ്ങൾക്ക് രാവിലെ ബാഗും തൂക്കി ഇങ്ങോട്ട് പോയാൽ മതി. ഇവിടെ എന്തൊക്കെ നടക്കണേന്ന് നിങ്ങൾക്ക് അറിയോ? എനിക്ക് മടുത്തു. അതെന്താ പറ്റി? മെമ്മർക്ക് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാ. പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ കറങ്ങി നടന്നോളൂല്ലോ അവര്. കുറച്ച് നേരത്തെങ്കിലും സമാധാനം കിട്ടും. നീ എന്താ കഴിക്കാഞ്ഞേ? ദേഷ്യത്തിലാണോ? ഓക്കെ ജിനി, ഞാൻ സമ്മതിച്ചു. നാളെ നമുക്ക് പുറത്തു പോവാം. അതിനാരാ പറഞ്ഞ ഞാൻ ഫുഡ് കഴിച്ചില്ലാന്ന്? എനിക്ക് ദേഷ്യം വന്ന അപ്പൊ ഫുഡ് കഴിക്കണം. അതുകൊണ്ടൊന്ന് 3 തവണ ഡിന്നർ കഴിച്ചേ. ഓഹോ, അപ്പൊ എന്നെ പറ്റിച്ചതാണല്ലേ കള്ളി. എന്തായാലും നിങ്ങൾ പറഞ്ഞ വാക്ക് മാറ്റാൻ പാടില്ല. നാളെ നമ്മളെ പുറത്ത് കൊണ്ടുപോകണം. ഓക്കെ, നിങ്ങളുടെ ഒരു കാര്യം പറയാനാണ് വിളിപ്പിച്ചത്. നമ്മളിന്ന് പുറത്തു പോകുവാണ്. അപ്പൊ എന്റെ പൊന്നു മക്കള് ദയവ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇല്ല ചാച്ച. അതാണ് ചാച്ച, അവൻ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ലാന്നാ. ആഹാ, തീരുമാനായി. എന്തായാലും എന്റെ പൊന്നു മക്കള് വേഗം പോയി റെഡി ആയിക്കോ. പെട്ടെന്ന് ഇറങ്ങി വരണം. ഓക്കേ ചാച്ച. അപ്പൊ വാടാ, എണീറ്റ് പോവാ. നമ്മള് പള്ളിയിൽ പോവാ. നമുക്ക് ബീച്ചിലും പോണം. വേഗം വാ എല്ലാവരും. ഓ, എന്നാ കളിക്കാൻ പോവാണാവോ? ഞാൻ വരാടാ. പാർക്കിലേക്കാ പോകുന്നേ? അതെ. എന്തായാലും എനിക്ക് അവിടെ ഇങ്ങനെ പോകുന്ന സ്ഥലത്തേക്ക് കയറണം. എങ്ങനെ പോണം? ഇങ്ങനെ പോണത്. എന്തായാലും സുഹൃത്തുക്കളെ, നമ്മളതിനെ പേടിക്കാൻ പാടില്ല. നമ്മൾ എല്ലാത്തിലും കയറിയിരിക്കും അല്ലേടാ? അല്ല, നിനക്ക് പേടിയല്ലേ? എനിക്കൊന്നിനെയും പേടിയില്ല. ഞാൻ എല്ലാത്തിലും കയറും. ഹോബി നിനക്ക്? പേടിയോ? അതൊന്നും സാധനം. എനിക്ക് അങ്ങനൊന്നുമില്ല. ഇതൊക്കെ നിസ്സാരല്ലേ? പണ്ട് ഞങ്ങളും പോകുമായിരുന്നു, ചെറുതായിരുന്ന ടൈമില്. അന്ന് അവരൊന്നും കയറൂല, പക്ഷെ ഞാൻ കയറും. ഞാനൊരു മോൺസ്റ്റർ ആയിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട് ചാച്ച. എനിക്ക് ഭയങ്കര ധൈര്യം. ഞാനും കയറും എല്ലാത്തിലും. നോക്കിക്കോ, കണ്ടാ മതി. ഹലോ, നമ്മളിപ്പോ പാർക്കിലാണ്. എല്ലാത്തിലും കയറുന്ന വീരവാദം മുഴക്കി ഇറങ്ങിയതാ. തിരിച്ചു വരുമ്പോ ജീവനുണ്ടെങ്കിൽ കാണാം. എന്നാ ക്യൂവാ? ഈ ക്യൂവ് കാരുടെ കണ്ടുപിടിച്ചേ? ഇടക്കിട്ട് കയറിയാലോ? പിന്നെ ചെന്ന് കയറി കൊടുക്കും. പോത്ത് പോലത്തൊരു കിട്ടിയാലും കുരുത്തം കിട്ട 5 മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ടിക്കറ്റ് എടുക്കാനും ക്യൂ നിൽക്കാനൊക്കെ ഞാൻ തന്നെ വേണം. എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. എൻ്റെ പിള്ളേരൊക്കെ പേടിച്ച് ചാവണ്ടിരുന്നാൽ മതി. ഒക്കെ പേടിത്തോറുകളാണ്. ജൂനിയുടെ കുളത്തുണ്ട്. ഹലോ ഹലോ ഹലോ. നമ്മളത് എതാ ഇവിടേക്കാ പോവാൻ പോകുന്നേ? അപ്പോ പോവാം. ഇത് കണ്ടോ? ഇതെന്റെ ജൂണി എനിക്ക് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചത്. കൊള്ളാം. ഇത് എവിടേക്കാടേ പോവണ്ടേ? അതെ ചാച്ച. അയ്യോ സോറി, എന്റെ ചാച്ചനാന്ന് വിചാരിച്ചു. ഇതെന്നാ സാധനം? റോക്കറ്റോ? നേരത്തെ പോയ സാധനം സ്പേസിലോട്ട് പോയാ? ആദ്യം വന്നു. ഇതിന്റെ കറ്റോടെ. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങളെല്ലാരും തീരുമാനമായി നാളത്തെ പേപ്പറിൽ കാണാം. എന്റെ അമ്മോ, എവിടേക്കാണോ കൊണ്ടുപോകാൻ പോകുന്നത്? കുക്കി പിടിച്ചിരുന്നോട്ടോ. ഇതൊക്കെ നിസ്സാരം. ഓക്കേ, ലെറ്റ്സ് ഗോ. ഹലോ, നമസ്കാരം. ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. ഞങ്ങൾ ഓക്കെയാണ്. ഓക്കെ, എന്റെ പൊന്നോ, അടുത്തത് ഞാൻ അനുഗ്രഹിച്ചു വിടും. നോക്കി ആയുഷ്മാൻ ബാബ. എവിടേക്കാണ് ഞങ്ങളെ കൊണ്ടോണേ? ശിവനേത് ജില്ല? ഞാൻ പറഞ്ഞില്ലേ ഞാൻ പേടിക്കൊന്നുമില്ലാന്ന്. ജീവൻ കിട്ടിയത് ഭാഗ്യം. ഹലോ, നേരത്തെ നമ്മൾ അതിലാ കയറാൻ പോകുന്നേ. ഇതെന്തുവാടേ? കുത്തബ്മിനാറോ? എന്റെ പൊന്നോ, മനുഷ്യനെ കൊല്ലാനോരൊന്നും ഉണ്ടാക്കി വെച്ചേക്കണം. ഹോബി പേടിയണ്ട. പേടി എനിക്കോ? പക്ഷെ ഒരു എക്സ്ട്രാ പേര് നിൽക്കറേ. ഹലോ ഗൈസ്, അപ്പതേ നമ്മളെ ഹോബിച്ചിനോട് പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. ആര് പറഞ്ഞ എനിക്ക് പേടിയാണ്? കണ്ടില്ലേ ഞാൻ കറുത്ത കണ്ണിനെ പേടിയാരും കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട്. സത്യം പറഞ്ഞ ഇവർക്കൊക്കെ എന്നോടൊന്ന് ദേഷ്യം ഇടുന്ന തോന്നണേ. എന്തായാലും കയറിയേ പറ്റും. ഞാൻ കയറും, എനിക്ക് പേടിയൊന്നുമില്ല.
ഉഫ്, നിസ്സാരം. അവരൊക്കെ തിരിച്ചു കണ്ടോ ഇത്രേ ഉള്ളൂ. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. ദൈവമേ തുറന്ന ഞാൻ കയറണോ? ഇതെന്താ പാടാണോ? ഇതെവിടെ ഒരു സ്ഥലം? ഞാൻ പേടിച്ചില്ല. ബട്ട് ഐ ആം ഡെഡ്. ഓക്കെ ബൈ.